സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ഉന്നതതല യോഗം. ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും പകർച്ചവ്യാധികൾ തടയാനും സ്കൂൾ കെട്ടിടങ്ങളും പരിസരവും അപകടരഹിതമെന്ന് ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായും കേന്ദ്ര ഏജൻസികളുമായും ആശയവിനിമയം ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും മുൻകരുതലുകൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിനായി കേന്ദ്ര ഏജൻസികളുമായും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളുമായും ഏകോപനം ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡാമുകളുടെ സുരക്ഷ, മഴയുടെ ലഭ്യത, നീരൊഴുക്ക് എന്നിവ ശാസ്ത്രീയമായി നിരീക്ഷിക്കണം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് റൂൾ കർവിന് മുകളിൽ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ കുടുംബങ്ങളുടെയും അതിഥി തൊഴിലാളികളുടെയും വിവരശേഖരണം നടത്തി മുന്നറിയിപ്പുകൾ സമയബന്ധിതമായി ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണം അടിയന്തരമായി പൂർത്തിയാക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിൽ ശുചിമുറി, വൈദ്യുതി, ലൈറ്റ്, ഫാൻ, അടുക്കള എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. റോഡുകളിലെ കുഴികൾ അടയ്ക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും വേണം. സ്കൂളുകളുടെ സുരക്ഷ പരിശോധിച്ച് ചുറ്റുമതിൽ, മേൽക്കൂര, സമീപത്തെ മരങ്ങൾ എന്നിവ അപകടാവസ്ഥയിലല്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. ആരോഗ്യമേഖലയിൽ ആവശ്യമായ മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പാക്കണം. ആഭ്യന്തരമന്ത്രി, ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.